എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക് ദ ചെയിൻ എന്ന തീം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൃത്തിയായി കഴുകി ഉണക്കിയെടുത്ത ഒരു ബോട്ടിലാണ്. ഇതിലേക്ക് നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുന്നു. പെയിൻ്റെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ചെയിൻ ക്ലേ ഉപയോഗിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ഔട്ട്ലൈൻ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടേക്ക് ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചെയിൻ ബ്രേക്കായി കിടക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയിനിൻ്റെ വർക്കൊക്കെ പൂർത്തിയായി. ഇവിടെ 2-3 ഡ്രോപ്സ് കണക്ക് ക്ലേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ താഴ്ഭാഗത്തെ ഒരു റൗണ്ട് ഷേപ്പിലും ക്ലേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൂർണ്ണമായും ഞാൻ ആദ്യം ബ്ലൂ കളർ അപ്ലൈ ചെയ്യുകയാണ്. നമുക്കിവിടെ ബ്രേക്ക് ദ ചെയിൻ എന്ന് എഴുതണം. ആ പോർഷനിൽ ഇപ്പം വൈറ്റ് ഷെയ്ഡാക്കി എടുക്കുന്നു. പെയിൻ്റെല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബ്രേക്ക് ദ ചെയിൻ എന്ന് എഴുതാം. ഞാനിവിടെ ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ പെയിൻറ്റ് വെച്ച് എഴുതുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിനൊരു വൈറ്റ് ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ചെയിനിൻ്റെ ഒരു പോർഷനിൽ മെറ്റാലിക് കോപ്പർ അടിച്ചു കൊടുക്കുകയാണ്. മറു സൈഡിൽ സിൽവർ മെറ്റാലിക്കും അടിച്ചു കൊടുക്കുന്നു. ഇനി ബോട്ടിലിൻ്റെ മറു സൈഡിൽ കുറച്ച് വർക്കുകൾ ചെയ്യാം.
ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ക്ലേ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ബോട്ടിലിൻ്റെ ഏകദേശം മോൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് താഴെയായിട്ട് കുറച്ച് റൈറ്റിങ്ങും വരുന്നുണ്ട്. നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, മാസ്ക്. അത് ധരിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനൊരു മാസ്ക് ധരിപ്പിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഞാനിതിവിടെ ഒന്ന് ഫിക്സ് ചെയ്യുന്നു. ടിഷ്യൂ പേപ്പറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ ഇതിന് ചുറ്റുമൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറെല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ കളർ അപ്ലൈ ചെയ്യുന്നു. ബോട്ടിൽ ക്യാപ്പും മറ്റുമൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് വസ്തുക്കൾ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒട്ടിച്ച് ഞാനൊരു സാനിറ്റൈസർ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഒരു ഡ്രോപ്സ് കണക്ക് ക്ലേ ആക്കിയിട്ട് അതിലൊരു ത്രെഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബോട്ടിൽ ക്യാപ്പിൻ്റെ നോസിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോട്ടിൻ്റെ നെക്കിൽ ഒരു ത്രെഡും ചുറ്റിയെടുക്കുന്നു. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ 3ാം ഘട്ടത്തിലെ മുദ്രാവാക്യമാണ് ജീവൻ്റെ വിലയുള്ള ജാഗ്രത. അത് നമുക്കിവിടെ നിന്ന് എഴുതി കൊടുക്കാം. ജീവൻ്റെ വിലയുള്ള ജാഗ്രത. അതെ, നമ്മൾ എത്രമാത്രം ജാഗ്രതയായിരിക്കുന്നോ അത്രമാത്രം നമ്മൾ സുരക്ഷിതമായിരിക്കുമെന്നർത്ഥം. ഈ റൗണ്ട് പോർഷനകത്ത് നമ്മൾ ഒന്ന് വൈറ്റ് അടിച്ചു കൊടുക്കുന്നു. ഈ ഡ്രോപ്സിനൊക്കെ ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ സാനിറ്റൈസർ ഡ്രോപ്സ് എന്നുള്ള രീതിയിലാണിത് ചെയ്തിരിക്കുന്നത്. ഈ വൈറ്റ് പാർട്ടാണ് കൊറോണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് റെഡ് ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം ഒരു കൂട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായി.
ഞാനിവിടെ ഈ ചെയിൻ 2 കളറിലാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വൈറസിന്റെ വ്യാപനം ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ചെയിൻ സാനിറ്റൈസർ പോലെയുള്ളവയുടെ ഉപയോഗം മൂലം ബ്രേക്ക് ആകുകയും ഒരു സേഫ് സോണിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നൊരു തീമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെല്ലാം മാസ്ക് ശീലമാക്കുക. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മളുടെ കൈകൾ അണുവിമുക്തമാക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ പങ്കാളികളാകേണ്ടതാണ്. അപ്പോൾ നമുക്ക് അസുഖം വരാതെ സൂക്ഷിക്കുന്നതിനും അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവർക്ക് പകരുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുകൊണ്ടൊക്കെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.